പ്രിയംവദയുടെ ഫിൽമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഫിൽമോഗ്രഫിയിലുള്ള ഫിലിമുകൾ ഭയങ്കര രസമുള്ള സിനിമകളാണ്. ഈ പറഞ്ഞ മാതിരി മലയാള സിനിമയുടെ ഒരു ഹിസ്റ്ററിയിൽ ചേർക്കാൻ വരുന്ന ഫിലിമുകളാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമ, അതായത് കുറച്ചും കൂടെ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള അത്ര കൊമേഴ്ഷ്യൽ സെറ്റപ്പിലല്ലാത്ത സിനിമകളാണോ വന്നുകൊണ്ടിരുന്നത്? അതുകൊണ്ടാണോ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോയെന്ന് തോന്നിയത്? അങ്ങനെ അല്ല. ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമകൾ മാത്രം എനിക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കംപ്ലയിൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ അല്ലാത്ത ഫിലിംസ് അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എന്താ പറയുക, ബോഡി ലാംഗ്വേജ് ആയാലും സംസാര രീതി, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക മൊത്തത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും ലുക്കും എല്ലാം എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും എന്ന് ഞാൻ അറിയുന്നത് തന്നെ എനിക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വരുമ്പോഴാണ്. അതുമാത്രമല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കൊരു പ്രൂവ് ചെയ്യാനുള്ളൊരു സ്പേസും കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നൊരു സമയത്താണ് എന്നിലേക്ക് ഫൈസ, ഞാൻ ചെയ്യുന്ന കഥാപാത്രം, സംശയത്തിലേക്ക് വരുന്നത്. ഫൈസേൻ്റെ ഒരു കഥാപാത്രം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോട്ട് ജസ്റ്റ് കഥാപാത്രം, ഈ സിനിമയുടെ കഥ, അത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി കേട്ട് കഴിഞ്ഞാൽ ഏതൊരു ആക്ടറും എന്തായാലും ഒരു സംശയമില്ലാണ്ട് യെസ് പറയും. ഇപ്പം ഈ മൂഡിലുള്ളൊരു സിനിമയും പിന്നെ ഫൈസ എന്നുള്ളൊരു കഥാപാത്രം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈവൻ എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ ഞാനൊരു ആഴ്ചയായിട്ട് ഒരു സൂം കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഞാനിതിലേക്ക് ഫിറ്റിനാവോ എന്ന് ഉറപ്പ് വരുത്താനായിരിക്കും. കാരണം എന്നിൽ വരുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എന്നെ സ്ക്രീനിൽ കാണുന്ന രീതികൾ എവിടേക്കോ ഒരു ബോക്സിൽ പെട്ടുപോയ പോലെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.